പോടി. അനന്ത് അവനിക്ക് നല്ലൊരു പെണ്ണിനെയും കിട്ടി. അപ്പൊ എന്റെ മക്കളാടി അവരൊക്കെ നല്ല സുഖമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. അമ്മി എന്തിനാ അമ്മി ഞങ്ങളെ കളഞ്ഞിട്ട് പോയാ? എനിക്കും അനിയന്മാർക്കും ആരും ഇല്ലല്ലോ അമ്മി. അമ്മിക്ക് ഞങ്ങളെ വേണ്ടായിരുന്നു അമ്മി. ഞങ്ങൾക്ക് ആരും ഇല്ലല്ലോ ഇപ്പൊ അമ്മി. മോനെ 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 എടീ കഥ പറയടി. ഇതിനകത്ത് ആരെ അവളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കഥ ഉറക്കാൻ താമസിക്കുന്നത് ഞാൻ ചവിട്ടി പൊളിക്കും. കഥ പറയടി. എന്തടി കഥ ഉറക്കാൻ താമസിച്ചത്? ഞാൻ അവിടെ കിടക്കുക. ആരടി ഇവിടെ? മാറടി അങ്ങോട്ട്. അങ്ങോട്ട് ഏതവനടി ഇവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? എനിക്ക് നിന്നെ അറിയാവുന്നതല്ലേ. എന്താ ഈ നോക്കുന്നേ? ഇറങ്ങടാ ഇങ്ങോട്ട്. ഏയ് എവിടാ? ആരാ ഇവിടെ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അവിടെ ആരുമില്ല. സ്വന്തം കെട്ടിയവനുള്ളപ്പോ എന്നെ വിളിച്ചു വരുത്തിയവളാ നീ. അയ്യേ എവിടെ? നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നേ? ഞാൻ അത്ര കാര്യല്ല. മിണ്ടിപ്പോരുത് നീ. 3 മക്കളെയും കളഞ്ഞിട്ട് എന്റെ കൂടെ നീ വന്നെങ്കിലേ നീ ആരെയും കൂടെ പോവും. പതിവ്രത ചമയുന്നവള്. സ്വന്തം കെട്ടിയവനുള്ളപ്പോ എന്നെ വിളിച്ച് റൂമിൽ കയറ്റിയവളാ നീ. എവിടെ? ബാത്റൂമിലാ. അത് ഞാൻ ഞാൻ ഇത്തിരി ഉറങ്ങിപ്പോയതാ. നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനൊന്നും പറയരുത്. ഞാൻ ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തോളൂ. എവിടെ? ഇന്ന് ഞാൻ ഇറങ്ങാ. എവിടെ? പുറത്താ. അതെ, ഹൗസ് ഓണർ വന്നിരുന്നു. അപ്പൊ ഞാൻ ഊഹിച്ച ശരി തന്നെ അല്ലേ? അവനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അതിന് അവരുടെ ഭർത്താവല്ല വന്നത്, അവരാണ് വന്നത്. വെറുതെ എന്ത് പറഞ്ഞാലും ആരെങ്കിലും കൂടെ ചേർത്തങ്ങ് പറയും. 4 മാസം അല്ലേ വാടക കൊടുക്കണോന്ന് പറഞ്ഞു. കിട്ടുമ്പോ കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? ഞാൻ ജോലിക്ക് പോവാനാ? നീ ആള് കൊള്ളാല്ലേ. എന്നെ ജോലിക്ക് പറഞ്ഞു വിടാറായ നീ? ഞാന് മുമ്പും ജോലിക്ക് പോയിട്ടില്ല. എന്റെ ഭാര്യയാണ് എനിക്ക് ജോലി ചെയ്ത് തന്നോണ്ടിരുന്നത്. വേണമെങ്കിൽ വല്ല ജോലിക്കും പോ. ഞാൻ ജോലിക്ക് പോവാനാ? എന്നെ എന്റെ വീട്ടുകാരും എന്റെ ഭർത്താവൊന്നും ജോലിക്കൊന്നും വിട്ടിട്ടില്ല. അവിടെ സുഖിച്ചിരുന്നേണല്ലേ? ആ സുഖം പോരായിട്ടാ നീ എന്റെ അവിടെ വന്നത്. അതെ, അതല്ലേ പറഞ്ഞത് കിട്ടുന്നതെല്ലാം എടുത്തോണ്ട് വരാൻ. നീ എന്തേലും കൊണ്ട് വന്ന് വേണമെങ്കിൽ ജോലിക്ക് പോടി. ചോറ് വല്ലോണ്ട് എടുത്ത് പോയി, വിശക്കുന്ന്. ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തേക്കൂടെ അരിയുണ്ട്. ഇത്ര നാളാഴ്ച മീൻ ചാറെങ്കിലും കൂട്ടിയിട്ട്. മീൻചാറില്ലെന്നാ? മീൻചാറില്ലാതെ അങ്ങോട്ട് ഇറങ്ങത്തില്ല. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. വീട്ടിലെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ വളർന്ന ഞാനാ. കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ലായിരുന്നു. 5-6 മാസം കൊണ്ട് ഞാൻ അറിയുന്നു. ചിക്കനും മട്ടനും ഒക്കെ തിന്നു കിടന്നതല്ലേ? അത് പോരായിട്ടല്ലേ എന്റെ കൂടെ ഇറങ്ങി വന്നത്. എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ.
നിനക്കതൊന്നും പോരായിരുന്നല്ലേ? എന്നിട്ടാണ് നീ എൻ്റെ കൂടെ വന്നത്. അതേ പെട്ടുപോയി ഞാനും. എൻ്റെ കുടുംബവും നശിപ്പിച്ച്. നീ ഇവിടെ രാജകുമാരിയെ പോലെ വാഴാൻ വന്നതാ. വേണമെങ്കിൽ വല്ല പണിക്കും പോടി. അക്കരെ കാണുമ്പോ ഇക്കരെ പച്ചയെന്ന് തോന്നും. അത് പലർക്കും ഉള്ളത്. കഥാപ്രസംഗം പറഞ്ഞു പോടി. അവള് എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നേക്കുന്നത്. പോടി. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാനൊന്ന് പറഞ്ഞോട്ടു. പോവൽ. എന്താ അവനെവിടെ? പുറത്തോട്ട്. പുറത്തോട്ട് പോയ? ഞാൻ വന്ന് വാടകയ്ക്ക് ചോദിക്കുമ്പോ പുറത്തോട്ട് പോയി അങ്ങോട്ട് പോയി എന്നാ പറയുന്നത്. ഇറങ്ങ്, എല്ലാം പറക്കി ഇറക്ക്. കുറച്ച് ദിവസം എനിക്ക് വാടകയ്ക്ക് വേറെ ആളിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്ന്. ഇന്നെല്ലാം പറക്കി പുറത്തിറങ്ങിക്കൊള്ളണം. കരഞ്ഞൊന്നും കാണിക്കരുത്. ഈ പറക്കി പുറത്തിറക്ക്. എനിക്ക് പോവാനൊരു സ്ഥലമില്ല. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എങ്ങോട്ടും പോകാനില്ല. ഞാൻ ഈ പെണ്ണായ ഞാൻ എങ്ങോട്ട് പോകും? എനിക്ക് അതൊന്നും അറിയണ്ട. പറയിക്കൊണ്ട് പുറത്തിറക്കിയോ? ഞാൻ ആളെ വിളിച്ച് പുറത്തിറങ്ങിക്കണോ തന്നെ ഇറങ്ങുന്നോ? വേഗം വിട്ട്. പറക്കാനുള്ള എല്ലാം പറയിക്കൊണ്ട് ഇറങ്ങിക്കൊള്ളണം. ഇനി സംസാരം വേണ്ട. ദേ, റൂമിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളണം. എനിക്ക് വീട് പൂട്ടിയിട്ട് പോകാനുള്ളതാണ്. എനിക്ക് പോയ ഒരു സ്ഥലമല്ല. ഞാനൊരു പെണ്ണല്ലേ. എന്നെ പറഞ്ഞു വിടല്ലേ. ഞാൻ കുറച്ച് ദിവസം കൊണ്ടൊരു സാവകാശം. ഒരു സാവകാശവും ഇല്ല. ഇറങ്ങ്. എനിക്ക് വീട് പൂട്ടിയിട്ട് പോണം. കരഞ്ഞിരിക്കാതെ ഇറങ്ങാൻ. അമീന, ഒന്ന് നിക്കടേ. അമീന, നീയാ? ആ, കണ്ടിട്ട് നല്ല കോലമല്ല നിന്റെ. 3 കുഞ്ഞു മക്കളെയും കളഞ്ഞിട്ട് അവള് പോയേക്കുന്നു എല്ലാവന്മാരെയും കൂടെ. കണ്ടിട്ട് കൊള്ളാല്ലേ? അവന് നിന്നെ കളഞ്ഞിട്ട് പോയാ? നല്ല അമ്പാട്ടിയാണുള്ള 3 മക്കളെയും കളഞ്ഞിട്ട് അവളെ കണ്ണി കണ്ണവന്റെ കൂടെ പോയി. അതിനെന്ത്, അവനിക്ക് നല്ലൊരു പെണ്ണിനെയും കിട്ടി. അപ്പൊ എന്റെ മക്കളാടി? അവരൊക്കെ നല്ല സുഖമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റും. നല്ല നല്ല പൊന്നു കണക്ക് ആ മക്കൾ വളരുന്നുണ്ട്. അവൻ കളഞ്ഞിട്ട് പോയില്ലേ നിന്നെ? ഞങ്ങളെല്ലാ കാര്യം അറിയുന്നുണ്ട്. നീ എല്ലാം അറിഞ്ഞ? നിന്നെ കണക്കുള്ളവർക്കൊക്കെ ഇത് തന്നെ കിട്ടണം. എന്ത് സുഖമായിരുന്നു നിനക്ക് ആ വീട്ടില്. ഭർത്താവേ നല്ല പൊന്നണക്കല്ലേ ഇവിടെ നിന്നെ നോക്കിയത്. നിന്റെയൊക്കെ ജീവിതം കണ്ട് അസൂയ മൂത്തിട്ടുണ്ട് എനിക്ക്. എന്നിട്ട് എവിടെ വന്ന് ഏതോ ഒരു എന്റെ കൂടെ പോയി കളഞ്ഞ്. ആ 3 മക്കളെ മുഖം കണ്ടിട്ട് നിനക്ക് എങ്ങനെ പോവാൻ തോന്നി? അവരെന്ത് നല്ല മക്കളായിരുന്നടി. നിനക്ക് എങ്ങനെ കളഞ്ഞിട്ട് പോവാൻ തോന്നി? എന്തായാലും നിന്നെ ഈ കോലത്തിൽ ഞാൻ കണ്ടല്ലേ, എനിക്ക് ഇപ്പൊ സമാധാനമായി. അയാളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. മുമ്പ് ഞാൻ കണ്ടിരുന്ന ആളെ അല്ല. എന്നെ കൊണ്ടുപോയതിന് ശേഷം ൊക്കെ ചാടുന്നി പോകുന്നവൾമാർക്കേ ഇതല്ല കിട്ടണ്ടാവും. എനിക്ക് ഇങ്ങോട്ടും പോവാനില്ലടി. എന്ത് ചെയ്യുന്നറിയാതെ ഇറങ്ങിയതാ വീട്ടിൽ. ഈ തെരുവേ പറഞ്ഞിട്ടുള്ളടി, നല്ല അതായത് പറയുന്ന അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി കിടക്കത്തില്ലെന്ന്. നല്ല സുഖ സൗകര്യത്തോടുകൂടി കഴിഞ്ഞപ്പോൾ അവൾക്ക് അഹങ്കാരം കയറിയിട്ട് എല്ലാവൻ്റെയൊക്കെ കൂടെ പോയി. ഇപ്പൊ സമാധാനമായില്ലേ? ഇപ്പൊ തെരുവിലായല്ലേ? നിന്റെ ഭർത്താവിന്റെ മക്കളെ മാത്രമല്ല ശാപം നിനക്ക് കിട്ടിയത്. അവനിക്കും ഉണ്ടായിരുന്നല്ലോ ഒരു ഭാര്യയും 2 മക്കളും. അവരെയും കൂടെ കിട്ടിയിട്ടുണ്ടടി. നീ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല.
നിനക്ക് ഇങ്ങനെ നടന്ന് അലയാനേ വിധിയുള്ളു. അനുഭവിക്കും. എന്നെ പൊള്ള എടുത്തിയാട്ടക്കാരികൾക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. എല്ലാ സുഖവും സൗകര്യവും എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ അഹങ്കാരം ഏതെങ്കിലും ഒരുത്തം കാണിക്കുമ്പോഴത്തേക്ക് സ്വന്തം ഭർത്താവിൻ്റെ വില മനസ്സിലാക്കാതെ പോയി. കിട്ടി. എൻ്റെ മക്കളും പോയി. ആരും ഇല്ലാതായി. എനിക്കറിയില്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എൻ്റെ മക്കളും പോയി, എൻ്റെ ഭർത്താവും പോയി, എൻ്റെ ജീവിതവും പോയി. ഞാൻ കാരണം. പിന്നെ അങ്ങോട്ടൊന്നും ചെല്ലല്ലേ. അവരിപ്പോ നല്ല സുഖമായിട്ട് ജീവിക്കുക. അതിൻ്റെ ഇടയിൽ ചെന്ന് നീ പ്രശ്നം ഉണ്ടാക്കാൻ പോവരുത്. മക്കളെന്നും പറഞ്ഞു പോരുത്. ആ കൊച്ചുങ്ങൾക്ക് നിന്നെ കണ്ടുകൂടാ. അവരടുത്ത് പറഞ്ഞപ്പോഴേ ആ പിള്ളേർ പറയുന്നത് അങ്ങനെ ഒരു ഉമ്മ ഇല്ലെന്നാ. മൂത്തവൻ പറഞ്ഞ് ഞങ്ങൾ ഉമ്മ മരിച്ചു പോയെന്ന്.